ഹായ് ഡിയേഴ്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അൽഹംദുലില്ലാ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നോമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ കുറച്ച് അച്ചാറിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളുടെ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ ഈ ഇരുമ്പാമ്പുളി. നമ്മളിവിടെ ഇരുമ്പാമ്പുളി എന്നാണ് പറയേ, അപ്പോൾ എല്ലായിടത്തും എങ്ങനെ പറയാമെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട്, ചിലതൊക്കെ ചള്ളാണ്, ചിലത് നല്ലപോലെ മൂത്തിട്ടുണ്ട്, എന്നാലും പഴുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അച്ചാറിട്ടാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഉണക്കാനൊന്നും നിന്നിട്ടില്ല, നേരെ തന്നെ അച്ചാറിടുകയാണ് കേട്ടോ. ആദ്യം തന്നെ അതൊക്കെ ഒന്ന് കഴുകി വാർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഒന്നും കൂടെ കഴുകി വാർത്തി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ടൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് ദിവസമായി ഇത് കൊടുന്ന് വെച്ചിട്ട്, പിന്നെ ഇപ്പോൾ ആനുവൽ ഡേയും അങ്ങനെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നാണ് ഇപ്പോൾ ഇതിനൊക്കെ സമയമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ നേരെ വെറുതെ അങ്ങോട്ട് അച്ചാറിടല്ല, ഉണക്കച്ചെമ്മീനും കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇതിൽ ചേർക്കണമെങ്കിൽ നല്ല ടേസ്റ്റാണ് എപ്പോഴും കഴിക്കാൻ. അല്ലെങ്കിൽ ഇരുമ്പാമ്പുളി തന്നെ ഇടുമ്പോൾ അത്ര ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേഗം അരിഞ്ഞെടുക്കണേ. അങ്ങനെ ഇരുമ്പാമ്പുളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, 2 പിടിയോളം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് അച്ചാർ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്കിയെടുക്കാമല്ലോ. ഇതിലേക്ക് 2 പാക്കറ്റ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു 20 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചട്ടി വെച്ചപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കാമല്ലോ, നേരെ തന്നെ ഇടണില്ല കേട്ടോ. ഇനി ഇതേ വെളിച്ചെണ്ണയിലാണ് ഞാൻ അച്ചാർ ഇടാറ് ഇവിടെ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിലയും കൂടെ ഇട്ട് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരച്ച് ശർക്കര ഒന്ന് കുത്തി പൊടിച്ചിട്ട് കൊടുക്കണുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇരുമ്പാമ്പുളിക്കൊക്കെ നല്ല പുളിയാണല്ലോ, അതുകൊണ്ട് തന്നെ ആ പുളിയുടെ കുത്തൊഴിവാവാനും ഒരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരച്ച് ശർക്കര ഒന്ന് പൊടിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ സ്വർക്കം ഒഴിക്കാൻ ആദ്യം മറന്നു, എന്നിട്ട് ലാസ്റ്റ് പിന്നെ ഒഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇരുമ്പാമ്പുളി ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നല്ലപോലെ അങ്ങോട്ട് ഇളക്കി മറിക്കാനും പറ്റില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോവും. ഇതാണെങ്കിൽ മൂത്ത് പോയതാണല്ലോ. ലാസ്റ്റ് ഇതിലേക്ക് നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണക്കച്ചെമ്മീനൊന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊടിയായിട്ടുണ്ടായിരുന്നു മിക്സിയിൽ ചതച്ചിട്ട്. അപ്പോൾ നല്ലപോലെ പൊടിയാക്കി എടുക്കണമെന്നൊന്നുമില്ല, അപ്പോൾ പിന്നെ ചമ്മന്തി പരുവത്തിലാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഉണക്കച്ചെമ്മീനും പിന്നെ ഈ ഇരുമ്പാമ്പുളിയും കൂടെ അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ. അങ്ങനെ ചൂടൊക്കെ ആറിക്കഴിഞ്ഞപ്പോൾ ഇനി ഇത് ഡപ്പയിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.